അപ്പോൾ ഫോട്ടോയിലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് വേർത്ത് വെള്ളം വന്നല്ലാണ്ട് യാതൊരു ഉപകാരമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഉച്ചതിരിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ എന്ത് തോന്നുന്നു, നല്ല മാച്ചായി വന്നിട്ടില്ല. വല്ലപ്പോഴും യാദൃച്ഛികമായി സംഭവിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ കുറച്ച് കാറ്റൊക്കെ കൊള്ളുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നതും വലിയൊരു ജനക്കൂട്ടം. അപ്പോൾ ചാകരയ്ക്കാന്ന് വെച്ചാൽ ഞാൻ ഫോണും കൊണ്ട് ഓടി ചെന്ന് നോക്കിയതും നമ്മളെ പ്രതീക്ഷകളെയൊക്കെ തളർത്തിക്കൊണ്ട് വളരെ വിരലിലെണ്ണാവുന്ന മീനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വഴിക്ക് ബോട്ടുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒന്നിലും കാര്യമായിട്ട് ഉള്ള മീനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മീനിന് ഭയങ്കര വില കൂടുതലൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമ്മുടെ ഭയങ്കര തിരക്കായിട്ട് അപ്പോൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് പിന്നെ ഇതേ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങി. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ പോസ് ചെയ്ത് ഗമയിൽ ഇങ്ങനെ ഇരിക്കുകയുള്ള വെള്ളത്തിലേക്ക് നിന്ന് ഇറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തക്കൂടെ കളിക്കാനുണ്ട്. അപ്പോൾ ആൾക്ക് ഒരു ഇളക്കം, ആൾ പിന്നെ ഇറങ്ങി വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉഷാറായിട്ട് ഭയങ്കര കളിയും ചിരിയും ഓടലും ചാട്ടം ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പ്രാവിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പ്രാവിനെ കാണുന്ന ഒരാഗ്രഹം. അപ്പോൾ പ്രാവിനൊക്കെ കണ്ട് കളിപ്പിച്ച് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.